ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബേസിക് ഹാൻഡ് വർക്ക് ട്യൂട്ടോറിയലിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് എങ്ങനെ ഒരു ലൈൻസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ഒരു ലീഫ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ലീഫ് ബേസിക്കായിട്ടും നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് രീതിയിൽ മാത്രമല്ല, പല രീതിയിൽ ചെയ്യാം. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് രീതിയിലുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ലീഫിൻ്റെ ഡിസൈന് ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചാണ്. അപ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ലീഫ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കഴിഞ്ഞ ദിവസം എടുത്തതന്നെ ഗ്ലാസിൻ്റെ ടൈപ്പ് കട്ട് ബീഡ്സാണ്. ഇത് നമുക്ക് ആൻറ്റിക് കളർ കിട്ടും, ഗോൾഡൻ കളർ കിട്ടും, പിന്നെ പല കളറിലുമുള്ള കട്ട് ബീഡ്സൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കട്ട് ബീഡ്സ് നോക്കി നമുക്ക് എടുക്കാം. ഇതിപ്പം ഒരു ഗ്ലാസ് ടൈപ്പ് എന്ന് പറയുമ്പം ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡുള്ളൊരു ട്രാൻസ്പെറൻറ്റ് മോഡലിലുള്ളൊരു കട്ട് ബീഡ്സ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലീഫിൻ്റെ തുമ്പത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലീഫിൻ്റെ തുമ്പത്തു നിന്ന് നീഡിൽ കയറ്റിയിട്ട് നമ്മൾ വളരെ കനം കുറഞ്ഞ നീഡിലായി യൂസ് ചെയ്യുന്നത്, എന്നാലേ ബീഡ്സ് അതിൽ കയറ്റാൻ പറ്റത്തുള്ളൂ. നോർമൽ നീഡിൽ വെച്ച് നമുക്കൊരിക്കലും ബീഡ്സ് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 3 ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 3 ബീഡ്സ് ഒന്നിച്ച് കയറ്റിയിട്ട് അത് ഒന്ന് ചരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനകത്ത് വന്നിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കും. പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ച് തുടങ്ങുന്നത് ആദ്യം ചെയ്തതിൻ്റെ ഫസ്റ്റ് ബീഡ് വെച്ചതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ബീഡിൻ്റെ ഇടയിൽ നിന്നാണ് നെക്സ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റും സെക്കൻഡും ബീഡിൻ്റെ ഇടയിൽ നിന്ന്, എന്നിട്ട് പിന്നെയും 3 ബീഡ് വെച്ച് തന്നെ കോർത്തിട്ട് അത് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കും. പിന്നീട് ഇപ്പം ചെയ്തതിൻ്റെ ഫസ്റ്റ് ബീഡിൻ്റെ സെക്കൻഡ് ബീഡിൻ്റെ ഇടയിൽ നിന്ന് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒന്നിന് താഴെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ 3 ബീഡ് വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലീഫിൻ്റെ വലിപ്പം അനുസരിച്ച് 4 ബീഡോ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ വലിയ ലീഫ് കിട്ടും. ഇതിപ്പം 3 ബീഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ലീഫ് നമുക്ക് കിട്ടും. അപ്പം ഒരു നോർമൽ ചെറിയൊരു ലീഫ് കിട്ടില്ലേ, ഇതൊരു ലീഫിൻ്റെ ഡിസൈൻ പോലെ വരും. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അത് കുറച്ചുകൂടെ വലിയ ലീഫൊക്കെ ചെയ്യാൻ ആ സ്റ്റിച്ച് നമുക്ക് ഉപയോഗിക്കാം. അത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അപ്പം ആ ലീഫിൻ്റെ നടുക്കൂടെ ഒരു വര വരയ്ക്കണം. എന്നിട്ട് അതും നമ്മൾ തുടങ്ങുന്നത് ലീഫിൻ്റെ അറ്റത്തുനിന്ന് തന്നെയാണ്. അറ്റത്തുനിന്ന് ഞാനൊരു 3 ബീഡ് വെച്ചെടുക്കുക. ഇതിപ്പം കുറച്ചുകൂടെ വലിയ ലീഫൊക്കെ ആണെങ്കിൽ 4 ബീഡ് വെച്ചൊക്കെ എടുക്കാം. ഞാനിപ്പം 3 വെച്ചിട്ട് എടുത്തേക്കുവാണേ. 4 ആദ്യം വെച്ച് നോക്കി, അപ്പം അത് കുറച്ച് വലുതാണ്. അപ്പം ഞാൻ 3 ആക്കി. സ്റ്റിച്ചിൻ്റെ ലീഫിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ചെയ്യാമേ. അപ്പം 3 അപ്പം ലീഫിൻ്റെ നടുക്ക് വരെ വരാവും ആദ്യത്തെ സ്റ്റിച്ച് വരുമ്പം. അപ്പം 3 കയറ്റി, എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങണ്ടേ. ഞാൻ ആ ലീഫ് കുറച്ചുകൂടെ ഒരു വൈഡായിട്ട് വരയ്ക്കുകയാണേ. കുറച്ചുകൂടെ ഒരു വൈഡായിട്ട് വരച്ചിട്ട് ആ ലൈൻസിൽ തന്നെയാണ് സൈഡിൽ നിന്ന് തുടങ്ങേണ്ടത്. മറ്റേത് ചെയ്ത പോലെ തന്നെ ആദ്യത്തെ ബീഡിൻ്റെ രണ്ടാമത്തെ ബീഡിൻ്റെ ഇടയിൽ നിന്ന് തുടങ്ങി താഴെ വന്ന് നടുക്ക് വന്നൊരു സ്റ്റിച്ച് കൊടുക്കണം. നടുക്ക് വന്ന് കുത്തിയിറക്കുക. പിന്നെ ഇപ്പുറത്തുനിന്ന് ചെയ്യണേ. ഇപ്പുറത്തുനിന്ന് അതേപോലെ തന്നെ ആദ്യത്തെ ബീഡിൻ്റെ രണ്ടാമത്തെ ബീഡിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 ബീഡ് തന്നെ കോർത്തിട്ട് നടുക്ക് കൊണ്ടുവന്ന് കുത്തിയിറക്കണം. ഇതേപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലും ഇപ്പം ചെയ്തതിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങണം. അതും ഒരു ബീഡ് താഴെ വെച്ചിട്ട് നടുക്കുന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 ബീഡ് തന്നെ കോർത്ത് നടുക്ക് വന്ന് കുത്തിയിറക്കുക. അതേപോലെ തന്നെ അപ്പുറത്തുനിന്നും ഒരു ബീഡ് ഇറക്കി കുത്തി ഒരു ബീഡിൻ്റെ താഴെ വന്നിട്ട് 3 ബീഡ് തന്നെ എടുത്ത് താഴോട്ട് വന്ന് പിന്നെയും കുത്തിയിറക്കുക.
ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ലീഫിൻ്റെ വലുപ്പം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇതിപ്പം ഞാൻ ഒരു വട്ടം കൂടെ ചെയ്ത് നിർത്തുവാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ലീഫിൻ്റെ ഡിസൈൻ കിട്ടിയില്ലേ. ഞാനൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും വലിപ്പം മതിയെങ്കിൽ അത് വെച്ചിട്ട് നിർത്താം. കണ്ടോ, ഇപ്പം നമുക്ക് ഒരു അടിപൊളിയായിട്ടൊരു ലീഫിൻ്റെ ഡിസൈൻ കിട്ടിയില്ലേ. ഇതുപോലെ നമുക്ക് ഏത് ലീഫ് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. 2 ലീഫ് നമ്മളപ്പം ചെയ്തു. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെയും ഈ ക്ലാസ്സിലെയും കൂടെ ഉൾപ്പെടുത്തി ഒരു സ്റ്റെമ്മും ലീഫും ഫ്ലവറും വരുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാവേ. അതിനായിട്ട് ആദ്യം കട്ട് ബീഡ്സ് വെച്ചിട്ട് ആ സ്റ്റെമ്മ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ചെയ്യുവാണേ. സ്റ്റെമ്മ് ഫുള്ള് കട്ട് ബീഡ്സ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. സ്റ്റെമ്മ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യുകയാണേ. ലീഫ് കാണിച്ച പോലെ തന്നെ തുമ്പത്തും തുടങ്ങി 3 ബീഡ് വെച്ചിട്ട് കോർത്ത്, പിന്നെ നെക്സ്റ്റ് ആദ്യത്തേതിൻ്റെ ലാസ്റ്റിൽ നിന്ന് തുടങ്ങി നെക്സ്റ്റ് 3 ബീഡ് കോർത്ത്, അങ്ങനെ തന്നെ നമ്മൾ ലീഫും ചെയ്യുവാണ്. വലിയ ലീഫ് നമ്മൾ രണ്ടാമത് ചെയ്യുന്ന ലീഫിൻ്റെ ഡിസൈനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു വലിയ ലീഫല്ലേ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ അത് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ സ്റ്റെമ്മും ലീഫും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. ഫ്ലവർ ഞാനൊരു ഷോർട്ട് ഇട്ടായിരുന്നു. നോർമൽ ബുട്ട ഡിസൈൻ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്നുള്ളൊരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് പോയെന്ന് കാണണേ. ഇതിലും പറയുന്നുണ്ട്. ജസ്റ്റ് റൗണ്ട് ബീഡ്സ് എടുത്തിട്ട് നടുക്കൊരു റൗണ്ട് ബീഡ് വെക്കും. എന്നിട്ട് അതിന് ചുറ്റിനും എത്ര ബീഡാണോ വേണ്ടത് അതൊന്ന് വെച്ച് നോക്കണം, എത്ര ബീഡ് അതിന് ചുറ്റിനും വരുമെന്ന്. അത് വെച്ചിട്ട് അതിനനുസരിച്ച് ചുറ്റിനും ബീഡ് വെച്ച് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. സിമ്പിൾ ഫ്ലവറാണ്. ഇതിപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത് വെച്ച് തന്നെ ഒരു സ്റ്റെമ്മും ലീഫും ഫ്ലവറും കൂടെ ഉള്ള ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളേ. ഇതിൻ്റെ ചുറ്റിനും എനിക്ക് 6 ബീഡാണ് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ 6 എണ്ണം കോർത്തിട്ട് അതിന് ചുറ്റിനും അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ആദ്യം തുടങ്ങിയിടത്ത് തന്നെ വന്ന് കുത്തി ഇറക്കിയാൽ മതി. എന്നിട്ട് ഓരോ ബീഡും നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണേ. സ്റ്റിച്ച് ചെയ്ത് ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടെ അകത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് പുറത്തോട്ട് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ അത് നല്ല രീതിയിൽ അത് അവിടെ ഇരുന്നോളും. അപ്പം നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വർക്കൊക്കെ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാമല്ലോ. ബാറ്ററി ലോ ആയതുകൊണ്ട് ഫ്ലാഷ് ഓഫ് ആയതാണ്. ഇപ്പം കളറിലൊരു ഡിഫറൻസ് വരുന്നത്. ഫ്ലാഷ് ഉണ്ടെങ്കിലേ നല്ല ക്ലിയർ ആയിട്ട് കാണത്തുള്ളൂ. ഇതിപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഫോണിന് അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്ലാഷ് ഇടുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉള്ളൊരു സ്റ്റെമ്മ് ലീഫ് ഫ്ലവർ വരുന്നൊരു ഡിസൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു പോകുന്നത്.
ബേസിക്കായിട്ട് മുതലുള്ള ഡിസൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചു. എംബ്രോയ്ഡറിയും ചെയ്യുന്നുണ്ട്. എംബ്രോയ്ഡറി, ഹാൻഡ് വർക്ക്, ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഇടാം. പിന്നെ കുർത്തീസ്, ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോസ്, പിന്നെ സ്റ്റിച്ചിങ് ടിപ്സ്, അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് അതെല്ലാം ഇടാമേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം പുതിയൊരു വീഡിയോ കാണാം. ബൈ.